ഹായ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാ ഹാമ്പറൊക്കെ അല്ലേ നിങ്ങൾ കാണുന്നത്. അത് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹും മാരേജൊക്കെ ഒരു ദിവസം ഇരുന്നത്. അപ്പോൾ വെഡ്ഡിങ് വീഡിയോ ആണ്. അപ്പോൾ ഇത് തലേ ദിവസത്തെ നൈറ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നോക്കുക. അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. നമ്മൾ ഗ്രൂം ട്യൂബൊക്കെ നടത്തി കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തായിരുന്നു കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയൊരു കേക്കായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് തലേ ദിവസത്തെ വീഡിയോ ഉണ്ടായിരുന്നത്. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് എല്ലാവരും പാടെ ലാസ്റ്റ് കേക്കൊക്കെ ഇരുന്ന് കട്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് തലേ ദിവസത്തെ ഒരു പരിപാടി നടക്കുന്നത്. ഒക്കെ എല്ലാതും മണ്ഡപത്തിൽ വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതാ നിക്കാഹ് വീഡിയോ ആണ് ഫസ്റ്റ് നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ കപ്പിൾസിൻ്റെ കുറച്ച് പിക്കുകൾ കണ്ടില്ലേ, ഷോർട്സൊക്കെ. അപ്പോൾ ഇത് നിക്കാഹിൻ്റെ ടൈമായിരുന്നു കേട്ടോ. അവരവിടെ വെച്ചിട്ട് നിക്കാഹും വൈകുന്നേരത്തെ ഇവിടെ റിസപ്ഷനായിരുന്നു കേട്ടോ. ഇതായിരുന്നു റിസപ്ഷൻ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാ റിസപ്ഷൻ ലുക്കിൻ്റെ ജാക്കറ്റും അതുപോലെ തട്ടൊക്കെ ഡിസൈൻ ചെയ്തതും അതുപോലെ ബ്രൈഡിൻ്റെ നിക്കാഹിൻ്റെ അന്നത്തെ ഫങ്ഷൻ്റെ ഡ്രസ്സും ചെയ്തത് എൻ്റെ സിസ്റ്ററായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ ആൾ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട്സ് ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് മുന്നേ കുറച്ചുള്ള ഷോർട്സ്. പിന്നെ ഹാമ്പേഴ്സൊക്കെ ചെയ്തത് നമ്മളാട്ടോ. ഞാൻ ഈ ഹാമ്പേഴ്സിൻ്റെ അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഹാമ്പേഴ്സൊക്കെ നമുക്കൊരു ആഗ്രഹം, നമ്മുടെ ബ്രദറിൻ്റെ കല്യാണത്തിൽ നമുക്ക് അത്രയും ഇതായിട്ട് ചെയ്യാമെന്ന് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഹാമ്പേഴ്സൊക്കെ ഞങ്ങളാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മണ്ഡപത്തിൽ എത്തിയിട്ടുള്ള ഷോർട്സാണ്. ഇത് നമ്മളെടുത്ത വീഡിയോ അല്ല, ഇത് നമ്മൾ ഫോട്ടോഗ്രാഫറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോഗ്രാഫർ അടിപൊളി ഫോട്ടോഗ്രാഫർ കേട്ടോ. അതുപോലെ അടിപൊളിയായിട്ട് അവൻ വീഡിയോ എടുത്തു തരും. എൻ്റെ മാരേജിനും ഇതേപോലെ അവനായിരുന്നു കേട്ടോ. അപ്പോൾ നിക്കാഹിൻ്റെ ടൈമാണ്. ബ്രൈഡ് ഭയങ്കര ടെൻഷനിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആൾക്ക്. ഇതാണ് നമ്മുടെ മഹറായിട്ട് കൊടുത്തിട്ടോ. അതുപോലെ ആൾക്കൊരു ഗോൾഡിൻ്റെ വേറൊരു സെറ്റും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെയർ മാല, അതുപോലെ കമ്മലും റിങ്, ബാങ്കിള്, ബ്രേസ്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചെക്കൻ സ്റ്റേജിലേക്ക് കയറുന്ന ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എൻ്റെ വേറെ സിസ്റ്ററുണ്ട്, ബ്രദറും ഉണ്ട്, സിസ്റ്ററിൻ്റെ മോളും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങനെയാണ് കയറി. പിന്നെ ബ്രൈഡും അതുപോലെ ബ്രൈഡിൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് നിങ്ങൾ കണ്ടില്ലേ, നിക്കാഹിൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എങ്ങനെയാണോ സിസ്റ്ററിനോട് പറഞ്ഞ്, എൻ്റെ സിസ്റ്ററിനല്ലോ കേട്ടോ, സിസ്റ്ററിനോട് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്ത് അതുപോലെ ഔട്ട്ഫിറ്റ് കിട്ടി കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു ബ്രൈഡും ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയി. മഹർ കെട്ടിക്കൊടുക്കുന്ന ഭാഗം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളും അവരെ ഫാമിലി, ബ്രൈഡിൻ്റെ ഫാമിലി ഞങ്ങൾ നിന്നിട്ടാണ് കെട്ടിക്കൊടുത്തത്. പിന്നെ സിസ്റ്ററും ഞാനും കൂടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ബ്രൈഡിൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവരും അതുപോലെ ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അവരവിടെ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. കേക്ക് കട്ടിങ്ങും അവരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ചെറുതുരുത്തി വെച്ചിട്ടായിരുന്നു നമ്മുടെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻട്രിയും അതുപോലെ കുട്ടികളും ഞങ്ങളും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് എൻട്രി ആളെ കയറ്റിയത്. ഇതും എൻ്റെ ഫ്രണ്ട് ചെയ്ത കേക്കായിരുന്നു കേട്ടോ. ആളെ വകയായിരുന്നു ഇവിടുത്തെ കേക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങും അതേപോലെ എല്ലാം കഴിഞ്ഞ് അവരെ കുറച്ച് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ലാസ്റ്റ് നമ്മുടെ ഫാമിലിയും കസിൻസും എല്ലാവരും പാടെ ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ലാസ്റ്റ് ഞങ്ങൾ നല്ലോണം ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത ഭാഗം കേട്ടോ. ഞങ്ങൾ കസിൻസ് ഒരുപാട് പേരുണ്ട് അങ്ങനെ എല്ലാവരും പാടെ. അപ്പോൾ ഓക്കെ, ബായ്, വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം.